യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. നിങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ എപ്പിസോഡുകളിലും ഞങ്ങൾക്ക് നൽകുന്നതായിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങൾ വളരെയധികം നന്ദിയുള്ളവരാണ്. എന്നും പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി, 3 ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ ഒരു വിശ്വാസി തുറക്കേണ്ട 5 വാതിലുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ചെവി തുറക്കുക, കണ്ണുകളെ തുറക്കുക, അതുപോലെ നാവ് തുറക്കുക. 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ചിന്തിക്കാനിടയായി. ഇതിൻ്റെ മറ്റ് വ്യാഖ്യാന ഭാഗങ്ങളിലേക്കും മറ്റ് ചിന്തകളിലേക്കും ഒന്നും പോകാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് പരിമിതമായിരിക്കുന്ന സമയത്തിനുള്ളിൽ ഈ വാക്യശകലങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനയിൽ നിങ്ങൾ നിരന്തരം പോരാടുമ്പോഴും പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോഴും ഇതിൻ്റെ അർത്ഥവ്യാപ്തികളും ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും ഇതിൻ്റെ വചനത്തിൻ്റെ ശക്തിയും മഹത്വവും നിങ്ങളുടെ ജീവിതത്തിൽ അറിയാൻ കഴിയും. അതുകൊണ്ട് കൂടുതൽ വായിക്കുക, അറിവുകൾ നേടുക. ഓരോ വിശ്വാസികളും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ ശുശ്രൂഷയുമായിട്ട് ഞങ്ങൾ നിലനിൽക്കുന്നത്. ആരെയും വിമർശിക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആരോടും പരിഭവങ്ങളില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടും ആദരവോടും കരുണയോടും കാണുകയും അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. 4-ാമത്തെ വിഷയം ഹൃദയം തുറക്കുക എന്നുള്ളതാണ്. ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് ശ്ലീഹ 1-ാം നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് കടന്നു പോകുന്ന സമയത്ത് ഒരു പുഴവക്കത്ത് കുറെ സ്ത്രീകൾ നിൽക്കുന്നതും അലക്കുന്നതും മറ്റുള്ളതായിരിക്കുന്ന ആവശ്യങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ അവിടെ തുയഥൈര പട്ടണക്കാരിയായ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, രക്താംബരം വിൽക്കുന്നവൾ, സമ്പന്നയായിരിക്കുന്ന ഒരു വ്യക്തി, അവളുടേതായിരിക്കുന്ന ബിസിനസ്സുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ പൗലോസ് ഈ കാഴ്ച കാണുകയാണ്. കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. അവിടെ കൂടി നിൽക്കുമ്പോൾ അവിടെ ഒരു പരസ്യവും നടക്കുകയാണ്. പരസ്യ പ്രസംഗമാണ്. അവിടെ ഒരു കൂട്ടായ്മയല്ല, കൂടിവരവുകളില്ല, ആരാധനകളില്ല, ശുശ്രൂഷകളില്ല, രോഗശാന്തികളില്ല, ഭൂതശാന്തികളില്ല. അവിടെ ദൈവവചനം, യേശുവിന്റെ രക്ഷയെക്കുറിച്ച്, യേശുവിന്റെ നിത്യതയെക്കുറിച്ച്, നിത്യവാസത്തെക്കുറിച്ച്, ഒരു വിശ്വാസിക്കുണ്ടാകുന്ന നിത്യതയിലുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച്, രക്ഷാമാർഗത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. ഒരു കാലഘട്ടത്തിൽ പൗലോസ് ജനങ്ങളെ ഉപദ്രവിച്ച് കടന്നുപോയ വ്യക്തിയാണ്. ഒരുപാട് പേരെ ഉപദ്രവിച്ച വ്യക്തിയാണ്. സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്തേഫാനോസിന്റെ വസ്ത്രങ്ങൾ സൂക്ഷിപ്പുകാരനായി എല്ലാ വസ്ത്രങ്ങളും അഴിച്ചെടുത്ത് കൈപ്പിടിച്ചതായിരിക്കുന്ന വ്യക്തി എന്നാണ് വായിക്കുന്നത്. അങ്ങനെ അധികാരപത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് ദമസ്കോസിലൂടെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ ആകാശത്തിൽ ഒരു വലിയ മിന്നൽ കടന്നു വരികയാണ്. ആ മിന്നലിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് സൂര്യനേക്കാൾ ശക്തമായിരിക്കുന്ന ഒരു ചൂട്, ഒരു പ്രകാശം
ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ്. സൂര്യനേക്കാൾ 10 മടങ്ങ് ഒരു ശക്തി കടന്നു വന്നപ്പോൾ തന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ട് താൻ സഞ്ചരിച്ചതായിരിക്കുന്ന കുതിരപ്പുറത്തു നിന്നും താൻ താഴെ വീഴുകയും തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. അവിടെ വെച്ചാണ് ദൈവത്തിന്റെ ശബ്ദം ഈ പൗലൂസ് കേൾക്കുന്നത്. പൗലൂസിന്റെ ആദ്യ പേര് ശൗലെന്നാണ്. എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ നീ ആരാകുന്നു കർത്താവേ എന്നാണ് ചോദിച്ചത്. അവിടെ പൗലൂസിന് ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. പൗലൂസിലൂടെ ഒരു സഭയുടെ അടിസ്ഥാന ഉപദേശം എഴുതേണ്ടതുണ്ട്. അടിസ്ഥാനപരമായിരിക്കുന്ന വളർച്ച പൗലൂസിലൂടെയാണ്. പൗലൂസിന്റെ വാക്കുകൾ അത് കല്ലുകളായിട്ട് വർദ്ധിക്കണം. അത് ശോഭയുള്ള കല്ലുകളായി മാറണം, ശോഭയുള്ള വാക്കുകളായിട്ട് മാറണം, പ്രകാശം പരത്തുന്നതായി മാറണം, സൗരഭ്യമുള്ളതായിട്ട് മാറണം. ഒരു വലിയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലൂസിനെ ദൈവം കണ്ടത് ദമസ്കോസിൽ വെച്ചാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ കാണുന്നില്ല എന്ന്. നമ്മളെ ആരും അറിയുന്നില്ല, നമ്മളെ ആരും കാണുന്നില്ല, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല, നമ്മളെ ഓർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ ദാവീദ് പറയുന്നത്, ഞാൻ ഭൂമിയുടെ അറ്റത്ത് ചെന്ന് പാർത്താൽ നീ എവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്, നിന്നെ മറച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. യഹോവ നീ സകലതും അറിയുന്നു എന്നാണ്. അത് തന്നെയാണ് പൗലോസ് ഇവിടെ ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി ആ തുയഥൈര പട്ടണക്കാരിയായ ആ സഹോദരിയുടെ ഹൃദയം ദൈവം തുറക്കുകയാണ്. അവിടെ വായിക്കുന്നവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്നാണ്. കുത്തു പ്രസംഗമല്ല, കാരണം പൗലോസിന് മുൻവിധിയോടുകൂടിയുള്ള പ്രസംഗമല്ല, തയ്യാറാക്കിയുള്ള പ്രസംഗമല്ല. പക്ഷേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ബോധ്യം അവിടെ ഉള്ളിൽ തട്ടിയപ്പോൾ, അവൾക്ക് കുറ്റബോധം ഉണ്ടായപ്പോൾ, അവളുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിയപ്പോൾ, അവൾക്കൊരു മാനസാന്തരം വന്നപ്പോൾ അവൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടതിന് ഹൃദയം തുറന്നു. ഹൃദയം അത് മാനസാന്തരത്തെ കാണിക്കുന്നതാണ്, ഒരു മടങ്ങിവരവിനെ കാണിക്കുന്നതാണ്. അത് നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ വിനയപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, ദൈവദാസനായിരിക്കുന്ന ഏലിയാവ് ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ല. അവിടെ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുന്ന പ്രവാചകനെ കാണാം. നിനക്കിപ്പോൾ മാനസാന്തരത്തിലുള്ള അവസരമാണ്. നീ ഇപ്പോൾ സഞ്ചരിക്കുന്നത് 2 തോണികളിലാണ്, 2 ചിന്തകളിലാണ്, 2 വഴികളിലാണ്, 2 ആശയങ്ങളിലാണ്, 2 കാഴ്ചപ്പാടുകളിലാണ്. ആ കാഴ്ചപ്പാടുകളെ മാറ്റി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയ, നമ്മെ പരിപാലിച്ച, നമ്മെ കരുതിയ, നമ്മെ സൂക്ഷിച്ച, നമ്മെ ഇത്രമാത്രം കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന്റെ പാദാന്തിയിൽ നീ സമർപ്പിക്ക്. അതാണ് പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞത്. പക്ഷേ ആഹാബ് സഭയിലും എതിർക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞിട്ട് പോയി. അതിന്റെ പ്രത്യാഘാതങ്ങൾ പിന്നെ കണ്ടു. ഇവിടെ ഇപ്പോൾ ദൈവത്തിന്റെ ദാസന്റെ പ്രസംഗം കേൾക്കുവാൻ അവിടെ ഹൃദയത്തിൽ തുറക്കുകയാണ്. ആ കുടുംബത്തെ ദൈവം കാണുകയാണ്. അവിടെ ഹൃദയത്തെ തുറന്നപ്പോൾ പൗലോസിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ വിട്ട് പോകരുത്, ഞങ്ങൾക്ക് ഇനിയും വചനം കേൾക്കണം, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. പൗലോസിന്റെ ഈ വാക്കുകളല്ല, ഇതിനപ്പുറത്ത് ഇനിയും ജ്വലിക്കുന്ന വാക്കുകളുണ്ട്. ഇനിയും അതേ അനുഗ്രഹത്തിന്റെ വാക്കുകളുണ്ട്, ശോഭയുള്ള വാക്കുകളുണ്ട്, രൂപാന്തരപ്പെടുത്തുന്ന വാക്കുകളുണ്ട്, വർദ്ധിപ്പിക്കുന്ന വാക്കുകളുണ്ട്, അതിശയിപ്പിക്കുന്ന വാക്കുകളുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ തിരിച്ചറിയാൻ ആ പ്രിയപ്പെട്ട സഹോദരി പൗലോസിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് വീടിനൊരു ശുദ്ധീകരണം വരുത്തുവാനാണ്. വീടിന്റെ ശുദ്ധീകരണം ആവശ്യമാണ്. വീട്ടിലൊരു പ്രാർത്ഥന വെക്കുന്നത് ശുദ്ധീകരണത്തിനാണ്, ഏകീകരണത്തിനാണ്, ഐക്യതകൾക്കാണ്. അവിടെ ഒരുമനത്തോടുകൂടെ കടന്നു വരാൻ വേണ്ടിയാണ്. അവിടെ 2 ധ്രുവങ്ങളിലാണെങ്കിൽ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയാണ്, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, ഒന്നിച്ച് യാഗം കഴിക്കാൻ വേണ്ടിയാണ്, ഒന്നിച്ച് സമർപ്പിക്കാൻ വേണ്ടിയാണ്, ഒന്നിച്ചൊരു സ്തോത്രം പറയാൻ വേണ്ടിയാണ്. അതിനായിട്ടാണ് ഒരുമിച്ച് ഈ പ്രാർത്ഥന വീട്ടിൽ വെക്കുന്നത്. അവിടെ ഐക്യതയുണ്ടാകും.
അപ്പോൾ വീടിന്റെ ആവശ്യങ്ങൾ ഒന്നൊന്നായിട്ട് കിടക്കുമ്പോൾ, രോഗത്തിന്റെ അവസ്ഥയാണെങ്കിൽ, ഭാരത്തിന്റെ അവസ്ഥയാണെങ്കിൽ, കുഞ്ഞുങ്ങളുടെ വിഷയമാണെങ്കിൽ, പരീക്ഷാ വിഷയമാണെങ്കിൽ, ജോലി വിഷയമാണെങ്കിൽ, വിവാഹമാണെങ്കിൽ, ഏതുമാകട്ടെ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അതിശയകരമായി പ്രവർത്തിക്കുവാൻ അവിടെ കടന്നു വരും. അതുകൊണ്ടാണ് പ്രാർത്ഥന. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന പത്രോസിനെ വിളിച്ച് നടത്തുന്നുണ്ട്. അവിടെ ഹൃദയം തുറന്നു. കർത്താവിന് സ്തോത്രം. ഒരു വിശ്വാസിയുടെ ഹൃദയം തുറക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, കർത്താവിന് സ്തോത്രം. കണ്ണുകളെ തുറക്കണം, നാവ് തുറക്കണം. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന, നമ്മെ മനസ്സിലാക്കുന്ന ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് കടന്നു വരാം. കുറ്റബോധത്തോടുകൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട്, വിനയത്തോടെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, യാത്രകളിൽ, ഈ മാനുഷികമായ ബന്ധങ്ങളിൽ, കൊടുത്തു വാങ്ങലുകളിൽ, ചെയ്തികളിൽ കുറ്റങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് നീ അനുഗ്രഹിക്കണം. പുതിയൊരു വ്യക്തിയാക്കി പുതിയ ജീവിതത്തിലേക്ക് എന്നെ നയിക്കണം. അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. അലുലിയെ പോലെ നല്ല ആശയത്തോടുകൂടെ നമുക്ക് ഭവനത്തെ ഒരുക്കാം. അതിനായി ദൈവം ശക്തീകരിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ഇന്ന് മനോഹരമായിരിക്കുന്ന വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ഓർത്ത എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. രോഗികളായി കഴിയുന്നവരുണ്ട്. സ്വദേശത്തും വിദേശത്തും ഗൾഫ് മേഖലയിലുമായിരിക്കുന്ന അനേകരുണ്ട്. കർത്താവേ, ജോലിയോടുള്ള ബന്ധത്തിൽ ഗൾഫ് മേഖലയിലായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ഇവിടെയായി മലയാളികളായിരിക്കുന്ന ഒരുപാട് ആളുകൾ, അവിടെയുള്ള ജനങ്ങൾ ഒക്കെ ഭീതിയിലാണ്. അപ്രകാരം കർത്താവേ, അതേ യൂറോപ്യൻ രാജ്യങ്ങളിൽ അനേക പ്രിയപ്പെട്ടവരുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള അനേക പ്രിയപ്പെട്ടവരുണ്ട്. അമേരിക്കയിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, മാനവും മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കൂട്ടായ്മകൾക്കും പ്രാർത്ഥനകൾക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനവും നന്ദിയും ഒരിക്കൽ കൂടെ